പ്രിയപ്പെട്ടവരെ, പാണഞ്ചേരി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നടക്കുന്ന ഒരപ്പംകെട്ട് പദ്ധതി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പോവുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാനും ദിവസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വാർഡ് മെമ്പർ രേഷ്മയോട് ആ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചൊന്ന് വിശദമായി ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ സജീഷ് എന്നാണ്. ഞാൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ വാർഡ് മെമ്പറാണ്. ഇപ്പോൾ നമുക്ക് മോഹനേട്ട പറഞ്ഞതുപോലെ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പരമ്പരയിലേക്കൊരു മുഖമുദ്ര കൂടിയാണ് ഞങ്ങളിവിടെ ഈ വരുന്ന ഞായറാഴ്ചയോടെ ഉദ്ഘാടനം ചെയ്യുന്നതോടെ നടത്തപ്പെടാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ വികസനത്തിൻ്റെ പരമ്പര എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ MLA കൂടിയായിട്ടുള്ള നമ്മുടെ മന്ത്രിയും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ രാജൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് ഇവിടെ നിറവേറാനായിട്ട് പോകുന്നത്. അദ്ദേഹം കണ്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒല്ലൂർ നിയോജക മണ്ഡലത്തെ ഒരു ടൂറിസം കോറിഡോറാക്കി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിലേക്ക് പീച്ച് ഡാമിന് ശേഷം പിന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇന്ന് ഉയരാൻ പോകുന്നത്, ഈ വരുന്ന ഞായറാഴ്ച ഉദ്ഘാടനത്തോടെ ഈ ലോകം മുഴുവൻ അറിയാനായി പോകുന്നത് നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമായ ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടമാണ്. സാധാരണ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രം ഒതുങ്ങി നിന്നത് ഈ ഞായറാഴ്ച വരുന്നതോടുകൂടി ലോകം മുഴുവൻ അറിയപ്പെടാനായിട്ട് പോവുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരപ്പംകെട്ട് പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ നാടിന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഈ ഒരപ്പംകെട്ട് ടൂറിസം പദ്ധതി വരുന്നതോടുകൂടി നമുക്ക് വാണിജ്യ വ്യവസായ മേഖലയിൽ തന്നെ പാണഞ്ചേരി മുന്നോട്ട് വരാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സാധാരണഗതിയിലൊരു കുറച്ച് ഉള്ളേരിയയിലേക്ക് കടന്നു പോയിട്ടുള്ള ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം മാത്രമാണ്. ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റ് സേവനങ്ങളും കൂടി വരുന്നതോടുകൂടി ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും വാണിജ്യ മേഖലയും ഒന്ന് മെച്ചപ്പെടും എന്നത് തന്നെയാണ് ഇതിലേറ്റവും മുന്നോട്ട് നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഒല്ലൂർ മണ്ഡലം ഒരു വലിയൊരു വികസന കുതിപ്പിലേക്ക് മാറുകയാണ്. അതും പ്രധാനപ്പെട്ട ടൂറിസത്തിൻ്റെ കുതിപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുവോളജി പാർക്ക്, കായൽ ടൂറിസം, മരോട്ടിച്ചാൽ വല്ലൂർ കുത്ത്, ഒപ്പം തന്നെ ഒരപ്പംകെട്ട് പദ്ധതിയും നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ നടപ്പാക്കുമ്പോൾ PTയിലേക്ക് ഒരു എൻട്രൻസ് ആയിട്ടാണ് നമ്മൾ ഒരപ്പംകെട്ട് പദ്ധതി വരുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര അധികം ടൂറിസ്റ്റുകൾ നമ്മുടെ ഇവിടേക്ക് വരാൻ സാധിക്കുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മുടെ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് പോലും നമ്മളൊരു വണ്ടി എടുത്ത് വരികയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ പീച്ച് ഡാമിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ കൊട്ടവഞ്ചി, അതുപോലെ ട്രക്കിങ്, അതിനൊക്കെ ശേഷം ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയ്ക്കോ അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു പാക്കേജ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ വരുന്നൊരു സമയത്ത്, ഇനി ഇതെല്ലാം പ്രാബല്യത്തിൽ വരുന്നൊരു സമയത്ത് ഇതൊരു പാക്കേജ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ആ ആളുകൾക്ക് എത്രത്തോളം അവരുടെ ആ പാക്കേജ് അവർക്ക് ഉപയോഗപ്രദമാവും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ വരുമാനം കൂടി ഉണ്ടാവുന്ന രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കൃത്യ ഒരു എണ്ണം നമുക്കിപ്പോൾ പറയാനായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്ത് ആളുകൾക്ക് തൊഴിൽ നേടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രം വരുന്നതോടുകൂടി അവിടെ അതിനാവശ്യമായ ഹോം സ്റ്റേ, അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സാധ്യതയുള്ളൊരു ഇക്കോസിസ്റ്റം പോലുള്ളൊരു പ്രദേശമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ഈ നാട്ടിൽ രേഷ്മ വാർഡ് മെമ്പറായിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു പദ്ധതിക്ക് തുടക്കം വെക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. നമുക്കറിയാം, നമ്മുടെ മന്ത്രി ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ വളരെ വാശി പിടിച്ചിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണിത്. അതിൻ്റെ മേളിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മന്ത്രി എന്ന നിലയിൽ ആൾ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത്ര എഫേർട്ട് ഒരു മന്ത്രിമാർ സാധാരണഗതിയിൽ എടുക്കില്ല. കാരണം ഈ പദ്ധതി വെള്ളച്ചാട്ടമാണ്. പിന്നെ 2018 ഒരു പ്രളയത്തിന് ശേഷം നമ്മുടെ കാഴ്ചപ്പാടിനെ പിന്നെ മാറ്റിമറിച്ചുകൊണ്ട് വേറൊരു പ്രളയം കൂടി നമുക്ക് നേരിടേണ്ടതായി വന്നു. അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റ് ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്തതും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളതും ഈ പ്രൊജക്റ്റിൻ്റെ പുറകെ നിത്യേന സഞ്ചരിച്ചിട്ടുള്ളതും മന്ത്രിയാണ്. അതിലെനിക്ക് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നത് പറയുന്നത്. നമുക്ക് അവിടെ വരുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ അന്നത്തെ നാച്ചുറാലിറ്റീനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരിക്കലും അതിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊന്നും നമ്മൾ ഈ പദ്ധതിനെ ആവിഷ്കരിച്ചിട്ടില്ല. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് സൈഡ് വശങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇതിനെ മൂടി പിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉറപ്പിൽ ഇതുപോലെ തന്നെ നിൽക്കും, ഇത് വലിയൊരു സംരംഭമായിട്ട് മാറും, ഇതൊരു വലിയൊരു മാറ്റമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മുടെ റവന്യൂ മന്ത്രിയുടെ സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ ഈ വാർഡിലെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും കേരള ടൈംസ് മീഡിയ നേരുകയാണ്.
ഓക്കെ. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് നമ്മുടെ കണ്ണാറ സെന്ററിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരും പങ്കെടുക്കുക. എല്ലാം നന്ദി. കയറി വാ.